പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 9ാം ക്ലാസ്സിൻ്റെ ജഡ്ബഡ് ഓർ നഡ്കഡ് എന്ന ചാപ്റ്റർ കംപ്ലീറ്റ് ആക്കി. അതിൻ്റെ നോട്ടൊക്കെ നമ്മൾ എഴുതി, ഡയറി പത്രമൊക്കെ എഴുതി കഴിഞ്ഞു. അപ്പോൾ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആണ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിലുള്ള രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള കവിത ബഹുത്ത് ദിനോं के बाद എന്ന കവിതയാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. നാഗാർജുനാണ് ഈ കവിത എഴുതിയിരിക്കുന്നത്. കവിതയുടെ പേരെന്താണ്? ബഹുത്ത് ദിനോं के बाद. ആരാണ് എഴുതിയത്? നാഗാർജുൻ. ബഹുത്ത് ദിനോं के बाद, നാഗാർജുൻ. ബഹുത്ത് ദിനോं के बाद എന്ന് പറഞ്ഞാൽ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം, കുറേ ദിവസങ്ങൾക്ക് ശേഷം, കുറേ നാളുകൾക്ക് ശേഷം. മനസ്സിലായില്ലേ? ബഹുത്ത് ദിനോं के बाद, ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം. നാഗാർജുനാണ് ഈ കവിത എഴുതിയിരിക്കുന്നത്. അപ്പോൾ കവി ഇതിലെന്താണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം. ഈ പിക്ചർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇതൊരു പ്രകൃതി വർണ്ണനയാണെന്ന്, അല്ലേ? ഇതിലെന്തൊക്കെയാണ് കാണുന്നത്? പ്രകൃതിയെ വളരെ മനോഹരമായിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. പ്രകൃതിയിൽ, അതായത് കൃഷിയും ആളുകൾ അവിടെ ജോലി ചെയ്യുന്നു, അതുപോലെ തന്നെ പച്ചപ്പ് എല്ലാം, പച്ചപ്പൊക്കെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രകൃതിയുടെ ഒരു സുന്ദരമായ ദൃശ്യമാണ് ഇവിടെ കവി നമ്മളോട് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് ഈ പിക്ചറിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഈ കവിതയിൽ കവി പ്രകൃതി വർണ്ണനയാണ് ചെയ്യുന്നത്. എന്താണ്? പ്രകൃതിയെ കുറിച്ച് വളരെ മനോഹരമായിട്ട് വർണ്ണിച്ചിരിക്കുകയാണ് ഇവിടെ നാഗാർജുൻ എന്ന കവി ചെയ്തിരിക്കുന്നത്. നോക്കാം. ബഹുത്ത് ദിനോं के बाद अब की मैंने जी भर देखी पक्की सुनहली फसलों की मुस्कान. ബഹുത്ത് ദിനോं के बाद, ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം, വളരെ നാളുകൾക്ക് ശേഷം. അബ് കി, വളരെ നാളുകൾക്ക് ശേഷം. ഇപ്പോൾ എന്താണ്? മേംനെ ജി ബർ ദേക്ക, ഞാൻ മനസ്സ് നിറയെ, ദേക്കി കണ്ടു. എന്താണ് കണ്ടത്? മേനെ ഞാൻ, ജി മനസ്സ്, ബർ നിറയെ, ദേക്കി കണ്ടു. പക്കി സുനുഹലി ഫസലോം കി മുസ്കാൻ. പക്കി എന്ന് പറഞ്ഞാൽ പാകമായിട്ടുള്ള, വിളഞ്ഞ, സുനുഹലി സ്വർണ്ണ നിറത്തിലുള്ള, ഫസലോം വിളവുകൾ, ഫസലോം കി മുസ്കാൻ, മുസ്കാൻ പുഞ്ചിരി, അതായത് പാകമായ ധാന്യം, നെല്ല് വിളഞ്ഞു നിൽക്കുകയാണ്. അത് പാകമായി നിൽക്കുന്നു, നല്ല എന്താ പറയാ, അത് കൊയ്യാൻ വേണ്ടിയിട്ടുള്ള പാകത്തിൽ, മൂത്ത് പാകമായി നിൽക്കുന്ന ആ സ്വർണ്ണ നിറത്തിലുള്ള വിളവുകൾ, അതിൻ്റെ പുഞ്ചിരി, അതിനെ കവി ഇവിടെ പുഞ്ചിരിയായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അത് വിളഞ്ഞു നിൽക്കുന്ന ആ നെല്ല് പുഞ്ചിരിച്ചു നിൽക്കുകയാണ് എന്നാണ് കവി ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നെല്ലിന് സ്വർണ്ണ നിറത്തിനോടാണ് അദ്ദേഹം താരതമ്യപ്പെടുത്തിയിരിക്കുന്നത്. മനസ്സിലായില്ലേ? ഒന്നുകൂടെ നോക്കാം. ബഹുത്ത് ദിനോं के बाद अब की मैंने जी भर देखी पक्की सुनहली फसलों की मुस्कान. ബഹുത്ത് ദിനോं के बाद, കുറേ നാളുകൾക്ക് ശേഷം, ഒരുപാട് നാളുകൾക്ക് ശേഷം. ഇപ്രാവശ്യം, അബ്കി ഇപ്രാവശ്യം, ഞാൻ മനസ്സ് നിറഞ്ഞു കണ്ടു. എന്താണ് കണ്ടത്? പാകമായ, അതായത് വിളഞ്ഞു നിൽക്കുന്ന സ്വർണ്ണ നിറത്തിലുള്ള വിളവുകളുടെ പുഞ്ചിരി കുറേ ദിവസങ്ങൾക്ക് ശേഷം ഞാൻ മനസ്സ് നിറയെ കണ്ടു. മനസ്സിലായോ? ഇനി അടുത്ത് നോക്കാം. ബഹുത്ത് ദിനോं के बाद अब की मैं जी भर सुन पाया दान कूटती किशोरियों की कोकिल कंडी तान. ബഹുത്ത് ദിനോं के बाद, അതായത് ഇവിടെ എന്താ പറയാ, അകാലില്ലാതെ, അകാൽക്കെ ബാദാണ്, അത് ക്ഷാമമില്ലാത്ത ഒരു സമയമാണ് പറയുന്നത്. ക്ഷാമകാലമല്ല, ക്ഷാമമില്ല, അകാൽക്കെ ബാദാണ്. ബഹുത്ത് ദിനോं के बाद, കുറേ ദിവസങ്ങൾക്ക് ശേഷം, ഒരുപാട് നാളുകൾക്ക് ശേഷം. അബ്കി
ഒരുപാട് നാളുകൾക്ക് ശേഷം, ഇപ്രാവശ്യം, അബ്കി ഇപ്രാവശ്യം, മേം ജി ബർ ഞാൻ മനസ്സ് നിറഞ്ഞ്, സുൻ പായ കേട്ടു, അതായത് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞു. കുറേ നാളുകൾക്ക് ശേഷം മനസ്സ് നിറഞ്ഞ് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞു. എന്താണ് കേൾക്കാൻ കഴിഞ്ഞത്? ദാൻ കൂട്ടുത്തി കിശോരിയോംകി. ദാൻ കൂട്ടുന എന്ന് പറഞ്ഞാല് നെല്ല് കുത്തുക. ദാൻ കൂട്ടുന എന്താണ്? നെല്ല് കുത്തുന്നതിനെയാണ് ദാൻ കൂട്ടുന എന്ന് പറയാം. ദാൻ കൂട്ടിത്തി കിശോരിയും. കിശോരി എന്ന് പറഞ്ഞാല് വിവാഹം കഴിക്കാത്ത പെൺകുട്ടികളുണ്ടല്ലോ, അവരെയാണ് കിശോരി എന്ന് പറയുന്നത്. അത് ബാലികമാര്, കൗമാരപ്രായത്തിലുള്ളവര്. കോകിലകണ്ടി താൻ. കോകിലകണ്ടി താൻ എന്ന് പറഞ്ഞാൽ കുയിൽ നാദം. താൻ എന്ന് പറഞ്ഞാൽ നാദം. താൻ എന്താണ്? നാദം. കോകിലകണ്ടി താൻ കുയിൽ നാദം. നെല്ല് കുത്തുന്ന പെൺകുട്ടികളുടെ കുയിൽ നാദം കുറേ ദിവസങ്ങൾക്ക് ശേഷം ഞാൻ കേട്ടു എന്ന് കവി പറയാണ്. അതായത് ഈ പെൺകുട്ടികള് ഗാനം ആലപിക്കുന്നു. ആ ഗാനം വളരെ സുന്ദരമായിരുന്നു. അവരുടെ ശബ്ദവും വളരെ മനോഹരമായിരുന്നു. നല്ല ശബ്ദമായിരുന്നു. അത് കവി മനസ്സ് നിറയെ അത് അദ്ദേഹത്തിന് കേൾക്കാൻ കഴിഞ്ഞു കുറേ നാളുകൾക്ക് ശേഷം എന്നാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സന്തോഷകരമായിട്ടുള്ള ഒരു ചിത്രീകരണമാണ് ഇവിടെ നടത്തിയിരിക്കുന്നത് അല്ലേ. ഇനി അടുത്ത് നോക്കാം. ബഹുത്ത് ദിനോं के बाद अब की मैम ने जी भर सूंगे मौल सिरी के टर टर से तासे टटके फूल. बहुत दिनों के बाद. ബഹുത്ത് ദിനോं के बाद കുറേ നാളുകൾക്ക് ശേഷം. ബാദ് എന്ന് പറഞ്ഞാൽ ശേഷം. അബ് കി മേംനെ ഇപ്രാവശ്യം ഞാൻ, ജി ബർ സൂങ്കെ മനസ്സ് നിറയെ ഞാൻ, സൂങ്കിന പറഞ്ഞാൽ മണക്കുക, അതായത് എന്താ പറയാ, സുഗന്ധം ഉണ്ടല്ലോ, സുഗന്ധം, നല്ല ഗന്ധം, സുഗന്ധം ആസ്വദിക്കുക, സൂങ്കെ. മൗലസിരിക്കെ. മൗലസിരി എന്ന് പറഞ്ഞാല് ഇലഞ്ഞി, ഇലഞ്ഞിപ്പൂ. മൗലസിരിക്കെ ടേർ ടേർസേ താസേ ടെടുക്കെ ഫൂൽ. ഇലഞ്ഞിയുടെ ടേർ ടേർ. ടേർ പറഞ്ഞാൽ കൂനയായിട്ട്, ധാരാളം കൂമ്പാരമായിട്ട്. ടേർ ടേർ പറഞ്ഞാൽ കൂമ്പാരം, കൂനയായിട്ട്, അതായത് ധാരാളം എന്നർത്ഥം. താസേ ടെടുക്കെ ഫൂൽ. താസേ ടെടുക്കെ എന്ന് പറഞ്ഞാല് പുതുപുത്തൻ എന്നാണ് അർത്ഥം. താസേ ടെടുക്കെ പുതുപുത്തനായിട്ടുള്ള പൂക്കൾ. പുതുപുത്തനായ എന്ന് പറഞ്ഞാൽ വാടാത്ത നല്ല ഇലഞ്ഞിപ്പൂവ്. ഇലഞ്ഞിപ്പൂവിന്റെ ഫ്രഷ് ആയിട്ടുള്ള നല്ല ഇലഞ്ഞിപ്പൂവിന്റെ ഗന്ധം അദ്ദേഹം ആസ്വദിച്ചു കുറേ ദിവസങ്ങൾക്ക് ശേഷം എന്നാണ് കവിയുടെ പറഞ്ഞത്. അടുത്തത് നോക്കാം. बहुत दिनों के बाद अब की मेम जी भर छू पाया अपनी गंवई पगडंडी की चंदन वर्णी धूल. बहुत दिनों के बाद. बहुत दिनों के बाद വളരെ കാലങ്ങൾക്ക് ശേഷം, കുറേ ദിവസങ്ങൾക്ക് ശേഷം, അബ് കി ഇപ്രാവശ്യം, മേം ജി ബർ ചൂ പായ എനിക്ക് മനസ്സ് നിറഞ്ഞ്, ചൂന പറഞ്ഞാൽ സ്പർശിക്കുക, സ്പർശിക്കാൻ സാധിച്ചു. മനസ്സ് നിറഞ്ഞ് എനിക്ക് സ്പർശിക്കാൻ സാധിച്ചു. എന്താണ് സ്പർശിക്കാൻ സാധിച്ചത്? അപ്പനി ഗംബയെ പകടണ്ടിക്ക് ചന്ദൻ വർണ്ണി ധൂൾ. ധൂൾ എന്ന് പറഞ്ഞാൽ പൊടി, ധൂൾ പൊടി. ചന്ദൻ വർണ്ണി ധൂൾ ചന്ദന നിറത്തിലുള്ള പൊടി. പകടണ്ടി എന്ന് പറഞ്ഞാല് എന്താണ്? നടപ്പാത എന്നൊക്കെ പറയും. പകടണ്ടി നടപ്പാതയാണ് പകടണ്ടി. ഗംവയി പറഞ്ഞാല് ഗ്രാമം. ഗംവയി ഗ്രാമം, ഗ്രാമീണ നടപ്പാത. അപ്പനീ ഗംവയി സ്വന്തം ഗ്രാമീണ നടപ്പാതയിലെ ചന്ദന വർണ്ണീത്തോൽ ചന്ദന വർണ്ണത്തിനുള്ള പൊടി ഇന്ന് എനിക്ക് തൊടാൻ സാധിച്ചു. മനസ്സ് നിറയെ ഞാൻ സ്പർശിച്ചു എന്നാണ് കവി ഈ വരികളിലൂടെ പറഞ്ഞിരിക്കുന്നത്. ഗ്രാമത്തിലുള്ള സ്പർശനം, ഗ്രാമത്തെ എനിക്ക് സന്തോഷത്തോടെ സ്പർശിക്കാൻ സാധിച്ചു. ആ നടപ്പാതയിലെ പൊടിയെല്ലാം എനിക്ക് സ്പർശിക്കാൻ സാധിച്ചു എന്ന് കവി പറയാണ്. बहुत दिनों के बाद अब की मैंने जी पर ताल मखाना गाया गन्ने चूसे जी भर. बहुत दिनों के बाद.
ബഹുത്ത് ദിനോ കെ ബാദ് വളരെ നാളുകൾക്ക് ശേഷം അബ് കി മേംനെ ഇപ്രാവശ്യം ഞാൻ ജീബർ മനസ്സ് നിറയെ താൾ മഖാന ഗായ മനസ്സ് നിറയെ ഞാൻ കഴിച്ചു. താൾ മഖാന പറഞ്ഞ ഔഷധ ചെടിയാണ്. താൾ മഖാന ഗായ ഗന്നെ ചൂസെ ജീബർ ഗന്ന ഗന്ന എന്ന് പറഞ്ഞാൽ കരിമ്പ്. കരിമ്പ് ചൂസെ ചൂസിനെ പറഞ്ഞാൽ വലിച്ചു കുടിക്കുക. ജീബർ മനസ്സ് നിറഞ്ഞ് മനസ്സ് നിറയെ ഞാൻ കരിമ്പ് വലിച്ചു കുടിച്ചു. കുറേ ദിവസങ്ങൾക്ക് ശേഷം അബിക്കി മെനെ ജീബർ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഇപ്രാവശ്യം ഞാൻ മനസ്സ് നിറയെ ഗന്നെ കരിമ്പ് വലിച്ചു കുടിച്ചു. കുറേ ദിവസങ്ങൾക്ക് ശേഷം എന്ന് കവി പറയുന്നു. बहुत दिनों के बाद अब की मेमने जी भर बोगे गंध रूप रस शब्द स्पर्श सब साथ साथ इस भूप पर बहुत दिनों के बाद ബഹുത്ത് ദിനോക്കെ ബാദ് വളരെ ദിവസങ്ങൾക്ക് ശേഷം കുറേ ദിവസങ്ങൾക്ക് ശേഷം അബ്കി ഇപ്രാവശ്യം ഞാൻ മനസ്സ് നിറയെ അനുഭവിച്ചു. എന്താണ് അനുഭവിച്ചത്? അതായത് ആസ്വദിക്കുക. കുറേ വർഷങ്ങൾക്ക് ശേഷം കുറേ ദിവസങ്ങൾക്ക് ശേഷം ഞാൻ മനസ്സ് നിറയെ ജീബർ ബോഗെ ബോഗെ എന്ന് പറഞ്ഞാല് ആസ്വദിക്കുക. ഞാൻ ആസ്വദിച്ചു. എന്തൊക്കെയാണ് ആസ്വദിച്ചത്? ഗന്ധം. എന്തിന്റെ ഗന്ധമായിരുന്നു ആസ്വദിച്ചു എന്ന് പറഞ്ഞത്? ഇലഞ്ഞിപ്പൂവിന്റെ ഗന്ധം ആസ്വദിച്ചു. അതുപോലെ തന്നെ രൂപം. എന്ത് രൂപമാണ് ഇവിടെ ആസ്വദിച്ചത്? പ്രകൃതിയുടെ സുന്ദരമായ രൂപം അല്ലെ? പ്രകൃതിയുടെ സുന്ദരമായ രൂപം. അതുപോലെ തന്നെ രസ്. എന്ത് രസമായിരുന്നു കവി ആസ്വദിച്ചു എന്ന് പറഞ്ഞത്? ഗന്നയൊക്കെ രസ്, കരിമ്പിന്റെ ജ്യൂസിന്റെ രസം അല്ലെ? പിന്നെ ശബ്ദ്. എന്ത് ശബ്ദമായിരുന്നു? കോകിലകണ്ടി നാദ്. കുയിൽനാദം പാടുന്ന കുയിൽനാദത്തിന്റെ നല്ല ശബ്ദത്തിൽ പാടുന്ന പെൺകുട്ടികളുടെ ആ ശബ്ദം അദ്ദേഹം അനുഭവിച്ചു അല്ലെ? അദ്ദേഹത്തിന് അത് ആസ്വദിക്കാൻ സാധിച്ചു. പിന്നീട് സ്പർശം. എന്താണ്? സ്വന്തം നാടിന്റെ ഗാവ് സ്വന്തം ഗ്രാമത്തിലെ ആ നടപ്പാതയിലുള്ള പൊടിയുടെ സ്പർശം. സബ് സാത്ത് സാത്ത് ഇസ് ഭൂപ്പർ എല്ലാം അദ്ദേഹം ഒരേ സമയത്ത് ഈ ഭൂമിയിൽ അദ്ദേഹത്തിന് എല്ലാം ഒരേ സമയത്ത് അനുഭവിക്കാൻ സാധിച്ചു. വളരെ കാലത്തിന് ശേഷം ബഹുത്ത് ദിനോ കെ ബാദ് വളരെ കാലത്തിന് ശേഷം അദ്ദേഹത്തിന് ഗന്ധം, രൂപം, നീര്, വാക്ക്, സ്പർശം എല്ലാം അനുഭവിക്കാൻ സാധിച്ചു. ശബ്ദവും സ്പർശവും എല്ലാം അദ്ദേഹത്തിന് അനുഭവിക്കാൻ സാധിച്ചു. മനസ്സിലായില്ലേ കവിത? വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു കവിതയാണിത്. വളരെ സിമ്പിളാണ്. വളരെ നാളുകൾക്ക് ശേഷം കുറേ നാളുകൾക്ക് ശേഷം എന്തൊക്കെയാണ് അനുഭവിക്കാൻ സാധിച്ചിരിക്കുന്നത് എന്നാണ് ഇവിടെ പറഞ്ഞത്. ഫസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് മനസ്സ് നിറയെ അദ്ദേഹത്തിന് പ്രകൃതിയുടെ ആ സൗന്ദര്യം, വിളഞ്ഞു നിൽക്കുന്ന പാടത്ത് വിളവുകൾ നന്നായിട്ട് വിളഞ്ഞു നിൽക്കുന്ന ആ സുന്ദരമായ ദൃശ്യം. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് ബഹുത്ത് ദിനോ കെ ബാദ് ജീബർ സുൻ പായ ദാൻ കൊടുത്തി നെല്ല് കുത്തുന്ന പെൺകുട്ടികളുടെ സുന്ദരമായിട്ടുള്ള ശബ്ദത്തിലുള്ള കോകിലകണ്ടി നാദത്തിലുള്ള ആ ഗാനം അദ്ദേഹത്തിന് ആസ്വദിക്കാൻ സാധിച്ചു എന്നാണ് പറഞ്ഞത്. അടുത്തത് കുറെ നാളുകൾക്ക് ശേഷം മൗൽസിരി കെ ടേർ ടേർ ഇലഞ്ഞിപ്പൂവിന്റെ ഗന്ധം ആസ്വദിക്കാൻ സാധിച്ചു. കുറേ ദിവസങ്ങൾക്ക് ശേഷം ഗ്രാമത്തിലെ നടപ്പാതയിലുള്ള പൊടി സ്പർശിക്കാൻ സാധിച്ചു. കുറേ ദിവസങ്ങൾക്ക് ശേഷം അതിന്റെ കരിമ്പിന്റെ ജ്യൂസ് വലിച്ചു കുടിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. അതായത് പല്ലുകൊണ്ട് കടിച്ചെടുത്തിട്ട് വലിച്ചു കുടിക്കാം, അതിന് അദ്ദേഹത്തിന് സാധിച്ചു. ബഹുത്ത് ദിനോ കെ ബാദ് കുറേ ദിവസങ്ങൾക്ക് ശേഷം ഈ എല്ലാ കാര്യങ്ങളും എന്തെല്ലാം? ഗന്ധവും രൂപവും രസവും ശബ്ദവും സ്പർശവും എല്ലാം ഒന്നിച്ച് കുറേ നാളുകൾക്ക് ശേഷം ആസ്വദിക്കാൻ സാധിച്ചു എന്നാണ് ഈ കവിതയിൽ പറഞ്ഞിരിക്കുന്നത്. പ്രകൃതിയുടെ വളരെ മനോഹരമായിട്ടുള്ള ഒരു വർണ്ണനയാണ് ഇവിടെ നാഗാർജുൻ കവി നടത്തിയിരിക്കുന്നത്. അപ്പൊ ഇത്രയുമാണ് ഈ കവിത. ഇവിടെ അവസാനിച്ചു. ഇത് നന്നായിട്ട് വായിച്ചു നോക്കുക. വളരെ സിമ്പിളാണ്. നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക, അർത്ഥം മനസ്സിലാക്കിയിട്ട് പഠിക്കുക. പിന്നെ നിങ്ങൾ അതിൻ്റെ കൂടെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുകയും കൂടെ ചെയ്യുക. നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്തതിൽ ഞാൻ വളരെയധികം ഹാപ്പിയാണ്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കി ഭാഗം ഇതിൻ്റെ വർക്കുകളൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ.